ജിനൂസ് അക്കാഡമി എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ DHA, ഹാഡ് MOH ആൻഡ് പ്രൊമട്രിക് എക്സാം പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ജിനൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണ്. ജിനൂസ് അക്കാഡമി എന്നും സ്റ്റുഡൻസിന്റെ മനസ്സ് മനസ്സിലാക്കി അവരുടെ കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സാണ് ജിനൂസ് അക്കാഡമിയുടെ എക്കാലത്തെയും പ്രത്യേകത. ഈ ഒരു വ്യത്യസ്തമായ ട്രെയിനിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്സിൽ നിങ്ങളെ പാസ്സാക്കി എടുക്കാൻ ജിനൂസ് അക്കാഡമിക്ക് സാധിക്കും. Gino's Academy. Fly with your dreams. ഹായ് ആൾ, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതെങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ അതെങ്ങനെയാണത് വായിച്ച് അതിൻ്റെ ഒരു മീനിങ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഓപ്ഷൻസ് നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ മനസ്സിലാക്കി, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയല്ല, നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നമുക്കിതിനകത്ത് ബ്ലണ്ടേഴ്സ് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് വേണ്ടത് ഈ ഒരു സെൻസിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സെൻസ് ജിനൂസ് അക്കാഡമിയുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസേഴ്സ് കട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ജിനൂസ് അക്കാഡമി എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ DHA, ഹാഡ് MOH ആൻഡ് പ്രൊമട്രിക് എക്സാം പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ജിനൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണ്. ജിനൂസ് അക്കാഡമി എന്നും സ്റ്റുഡൻസിന്റെ മനസ്സ് മനസ്സിലാക്കി അവരുടെ കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സാണ് ജിനൂസ് അക്കാഡമിയുടെ എക്കാലത്തെയും പ്രത്യേകത. ഈ ഒരു വ്യത്യസ്തമായ ട്രെയിനിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്സിൽ നിങ്ങളെ പാസ്സാക്കി എടുക്കാൻ ജിനൂസ് അക്കാഡമിക്ക് സാധിക്കും. ജിനൂസ് അക്കാഡമിക്ക് മാത്രമല്ല ചില സ്പെഷ്യൽ ഇക്വേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇക്വേഷൻസിലൂടെ തന്നെ കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ചില ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ജിനോസ് അക്കാഡമി. ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഡ്യൂറിങ് എ ഹോം വിസിറ്റ് ദ നഴ്സ് ഒബ്സർവ് ദാറ്റ് an asthmatic patient has cough and sneezing. The nurse administer albuterol via nebulizer. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദിസ് ആക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേഴ്സ് എവിടെ പോയി, ഹോം വിസിറ്റിന് പോയപ്പം അവിടെ ഒരു ആസ്മയുള്ളൊരു പേഷ്യൻറ്റ് കണ്ടു. പേഷ്യൻറ്റിന് കഫും സ്നീസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേഴ്സ് എന്ത് ചെയ്തു, നെബുലൈസേഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ആക്ഷൻ ഏത് ടൈപ്പ് ഇൻ്റർവെൻഷനിൽ വരുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ഇൻ്റർവെൻഷൻ എന്ന് അറിയണം. എന്നാലല്ലേ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. മെഡിസിൻ കൊടുത്തത് ഏത് ഇൻ്റർവെൻഷനിലാണ്, മെഡിസിൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഏത് ഇൻ്റർവെൻഷനിലാണ് പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൻഷൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കൊണ്ട് ഇവർ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ടീച്ചിങ് ഇൻ്റർവെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇത് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും ചിലത് നല്ലത്. പക്ഷേ ചിലത് അൺനെസസറി എലിമിനേഷന് ടൈം കളയുന്നതിന് പകരം ഡയറക്റ്റ് എക്സ്പ്ലനേഷനിൽ നമുക്ക് ആൻസറിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. രണ്ടാണെങ്കിലും ഞാൻ പറഞ്ഞുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമ്മുടെ ക്ലിനിക്കൽ അല്ലെങ്കിൽ നമ്മുടെ തിയററ്റിക്കൽ നോളജിൻ്റെ അപ്പുറത്ത് കുറച്ചൊരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങളുടെ ആ ഒരു സെൻസും കൂടെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാറ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഉണ്ട് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ. അതായത് ഈ മെഡിസിൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന കാര്യം ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാട്ട് ഈസ് ഇൻ്റർവെൻഷൻ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഒരു കെയർ പ്ലാനൊക്കെ എഴുതുമ്പം എന്താ പറയുക, അതിനകത്ത് നമ്മൾ എഴുതാറുണ്ട് അസസ്മെൻറ്റും ഇൻ്റർവെൻഷൻ, ഇവാലുവേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി പോകാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ഷൻ. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ഷനാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ഷനെയാണ് നമ്മൾ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ആൻ ആക്ഷൻ ബൈ ദ ഹെൽത്ത് കെയർ വർക്കർ ഓർ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ വർക്കർ ചെയ്യുന്ന ഒരു ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കർ ചെയ്യുന്ന ഒരു ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർവെൻഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, പേഷ്യൻ്റ് കണ്ടീഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആക്ഷനാണ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, നമ്മൾ മെഡിസിൻ കൊടുത്തത്
ഏത് ഇൻ്റർവെൻഷൻ കാറ്റഗറിയിലാണ് പെടുക എന്ന് ചോദിച്ചിരിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ഷനാണ് പേഷ്യൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ, അപ്പോൾ ഇതെന്താണ് സംഭവം നോക്കിക്കേ. ഈ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്ഷൻ തന്നെയാണ് അല്ലേ, കാരണം ഇൻ്റർവെൻഷൻ ഒരു ആക്ഷനാണല്ലോ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ആക്ഷൻ തന്നെയാണ്. ഇതിനകത്ത് എന്താണ് ചെയ്യപ്പെടുന്നത്, ഇതിനകത്ത് നേഴ്സുമാർ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുന്നു, അസസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പേഷ്യൻ്റെ ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു, ഡയഗ്നോസിസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് പേഷ്യൻറ്റിൻ്റെ നമ്മൾ അസസ് ചെയ്യും അല്ലേ, മോണിറ്റർ ചെയ്യും, പിന്നെ പേഷ്യൻ്റെ ഹെൽത്ത് പ്രോബ്ലം എന്നത് ഐഡൻറ്റിഫൈ ചെയ്യും, അതുപോലെ ഇൻഫർമേഷൻസൊക്കെ ഗ്യാദർ ചെയ്യും, ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്യും. ഇതാണ് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഞാനിതിൽ മെൻഷൻ ചെയ്തു പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്ത് അസസ് ചെയ്യുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യും അസസ് ചെയ്യും ചെയ്യുന്നത്? കണ്ടുകൊണ്ട് മാത്രം പേഷ്യൻ്റ് അസസ് ചെയ്യും മോണിറ്റർ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ അസസ്മെൻറ്റും മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലൂടെയാണ് അല്ലേ. അല്ലാതെ നമ്മൾ ഒരു പേഷ്യൻ്റെ കട്ടിലോട്ട് അങ്ങോട്ട് കിടത്തിയിട്ട് ഞാൻ അങ്ങോട്ട് മോണിറ്റർ ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ട് അസസ് ചെയ്യട്ടെ, പേഷ്യൻ്റെ കണ്ടീഷൻ ഒരു കണ്ടുകൊണ്ട് നോക്കി നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മളെപ്പോഴും ത്രൂ ടെസ്റ്റുകൾ അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ ഇപ്പം പേഷ്യൻ്റ് പൊട്ടാസ്യം കൂടുതലുണ്ടോ കുറവുണ്ടോ, പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ് എങ്ങനെയുണ്ട്, അപ്പോൾ നമ്മൾ വൈറ്റൽ സെൻസ് ഒക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് അസസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടൈപ്പ് ഇൻ്റർവെൻഷനിൽ പെടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്തത്, ബ്ലഡ് സാമ്പിൾ എടുത്ത് ടെസ്റ്റിന് വിടുന്നത്, അതുപോലെ തന്നെ ECG മോണിറ്ററിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരിക? ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷനിൽ വരിക കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷനിൽ വരിക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ പേഷ്യൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ഷനാണ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്തു, അസസ് ചെയ്തു, പേഷ്യൻ്റെ ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് പ്രോബ്ലം കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരിക? ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷനിൽ വരിക. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇത് തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ വൈറ്റൽ സെൻസ്, ബ്ലഡ് സാമ്പിൾ, ECG ഒക്കെ തന്നിട്ട് ഇത് ഏത് ഇൻ്റർവെൻഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്, ഇത് നമുക്ക് തിരിച്ചും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ്റെ എക്സാമ്പിൾ ഏതാണ്, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിനിമം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് 3-4 ഉള്ള മറ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറും കൂടെ കണ്ടെത്തി പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കവർ ചെയ്ത് പോകും അല്ലേ. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കവറായി പോകും. അപ്പോൾ എപ്പോഴും അതിനുള്ള സാധ്യതകൾ കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ നേഴ്സ് ചെയ്ത കാര്യങ്ങൾ വൈറ്റൽ സൈൻസ്, ബ്ലഡ് സാമ്പിൾ വിട്ടു, ECG വിട്ടു, അങ്ങനെയുള്ള എന്തെങ്കിലും ടെസ്റ്റുകളാണോ ചെയ്തത്? അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്തത് കളയാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കിയാലോ. അടുത്ത ഓപ്ഷൻ നോക്കിക്കുക, തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ പറഞ്ഞത് എന്താണ്? അപ്പോഴും നമ്മുടെ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് സെയിം തന്നെയാണ്. ഒരു ആക്ഷൻ എടുക്കുന്നത്, ആ ആക്ഷൻ പേഷ്യൻ്റെ എന്താ പറയുക ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ, അപ്പോൾ അവിടെ എടുക്കുന്ന ആക്ഷൻ എന്താണെന്ന് അറിയാമോ? തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഈ ഒരു ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ട്രീറ്റ് ഡിസീസ്, റിലീവ് സിംറ്റംസ് ഓർ ഇംപ്രൂവ് പേഷ്യൻ്റ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് പേഷ്യൻറ്റിൻ്റെ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സിംറ്റംസ് റിലീവ് ചെയ്യാനും ഓർ പേഷ്യൻ്റെ കണ്ടീഷനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ എടുക്കുന്ന ആക്ഷനാണെന്ന് തെറാപ്യൂട്ടിക് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കുന്നു. ഇപ്പോൾ ശ്വാസം മുട്ടലുള്ള പേഷ്യൻറ്റ് ഓക്സിജൻ കൊടുക്കുന്നു. ക്ഷീണമുള്ള പേഷ്യൻ്റ് IV ഫ്ലൂയിഡ് ഇടുന്നു.
വുഡ് ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുന്നു, എക്സസൈസ് ചെയ്യാൻ അസിസ്റ്റൻസ് കൊടുക്കുന്നു. ഇതൊക്കെ എന്തിൽ വരും? തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനിൽ വരും. കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ പേഷ്യൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആകത്തില്ലേ? ഇമ്പ്രൂവ് ആവും. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇൻ്റർവെൻഷനാണ് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ വേദന ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ എന്താണ്? വേദന കുറയും. അതുകൊണ്ടാണ് പറയുന്നത് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ഡിസീസ് ഓർ റിലീവ് സിംറ്റംസ്. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാനും സിംറ്റംസിനെ റിലീവ് ചെയ്യാനും എടുക്കുന്ന ഇൻ്റർവെൻഷനാണ് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഓക്സിജൻ കൊടുക്കുക, ഐ ഫ്ലൂയിഡ് കൊടുക്കുക, മരുന്ന് കൊടുക്കുക, വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ പേഷ്യൻ്റെ കണ്ടീഷനിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും അല്ലേ? പേഷ്യൻ്റ് കുറച്ച് ആശ്വാസം കിട്ടും. അപ്പം അങ്ങനെ പേഷ്യൻറ്റിൻ്റെ അസുഖം കുറയ്ക്കാനും പേഷ്യൻസിന് ഇപ്പോൾ വേഴ്സണായിക്കൊണ്ടിരിക്കുന്ന സിംറ്റംസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് എന്തെന്ന് പറയുന്നത്? തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പേഷ്യൻ്റ് ഇവിടെ ശ്വാസം മുട്ടുള്ള ഒരു പേഷ്യൻറ്റിന് നേഴ്സ്, കഫും സ്നീസിങ്ങും ഉള്ള ഒരു പേഷ്യൻറ്റിന് നേഴ്സ് ഇവിടെ നെബുലൈസേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് കാറ്റഗറി പെടും? തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന കാറ്റഗറി പെടും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? നേഴ്സ് ഇവിടെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. ഇനി നോക്കിക്കേ, ഹെൽത്ത് ടീച്ചിങ് ഇൻ്റർവെൻഷൻ ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ ഇത് അസോസിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഹെൽത്ത് ടീച്ചിങ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഡയബറ്റീസ് മെൽറ്റസിനെ പറ്റി, വൂണ്ട് കെയറിനെ പറ്റി, സ്മോക്കിംഗ് സെസേഷനെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് ടീച്ചിങ് ആണ് എന്ത്? ഹെൽത്ത് ടീച്ചിങ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ ഒരു ആക്ഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യും? പേഷ്യൻ്റ് ഇത്തരത്തിലുള്ള ഇപ്പോൾ വൂണ്ട് കെയറിനെ പറ്റി അവെയർ ആയിരിക്കാനും സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റിനെ പറ്റി മനസ്സിലാവും അല്ലേ? അപ്പോൾ ഇതും ഒരു തരത്തിൽ പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിന് ഹെൽത്ത് ടീച്ചിങ് ഇൻ്റർവെൻഷൻ എന്ന് പറയും. അത്തരത്തിലുള്ള ആക്ഷൻ എന്താ പറയുക? ഹെൽത്ത് ടീച്ചിങ് ഇൻ്റർവെൻഷൻ എന്ന് പറയും. ഇനി അടുത്തത് നോക്കിയ പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട് അല്ലേ? എന്താണ് പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ അത് ഏതൊക്കെ കാറ്റഗറി പെടും? പ്രിവെൻറ്റ് ഡിസീസ്, ഇഞ്ചുറി ഓർ കോംപ്ലിക്കേഷൻസ് ഓർ എനി ഹെൽത്ത് പ്രോബ്ലം ബിഫോർ ഹാപ്പനിങ്. പ്രിവെൻഷൻ എന്താണ്? വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒരു ഡിസീസോ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷനോ ഹെൽത്ത് പ്രോബ്ലംസോ വരാതിരിക്കാനുള്ള ആക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർവെൻഷനാണ് പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് അറിയോ? പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പറയുന്നത് ഒരു പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷനാണ്. ഹാൻഡ് ഹൈജീൻ ഒരു പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷനാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഡയറ്റ് എടുക്കുക. അതായത് ഹെൽത്തി ആയിട്ട് ഡയറ്റ് എടുത്താൽ മറ്റു അസുഖങ്ങളൊന്നും വരത്തില്ല. നല്ല രീതിയിൽ ഹാൻഡ് ഹൈജീൻ ഫോളോ ചെയ്താൽ ഇൻഫെക്ഷൻസ് വരുന്നത് കുറയ്ക്കും. വാക്സിൻ എടുത്ത് എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യും. ഇതൊക്കെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷനാണ് അല്ലേ? പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നത്. അതുപോലെ റെഗുലറായിട്ട് സ്ക്രീനിങ്, ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ? റെഗുലർ സ്ക്രീനിങ് ചെയ്യുക. ഇതൊക്കെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻ്റർവെൻഷൻസാണ്. അപ്പോൾ ഇത് പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു ആക്ഷനിൽ പെടും. മനസ്സിലായി? ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനാണ്. ഓപ്ഷൻ ബി ആണ്. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനകത്ത് വരുന്നതാണ് മെഡിസിൻ കൊടുക്കുക, ഐ വി ഫ്ലൂയിഡ് കൊടുക്കുക, അങ്ങനെ പേഷ്യൻ്റ് മെഡിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന പേഷ്യൻ്റ് സിംറ്റംസിനെ ട്രീറ്റ് ചെയ്തു, ഡിസീസിനെ ട്രീറ്റ് ചെയ്തു. ഇതൊക്കെ പെടുന്നതാണ് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാ സൺഡേ 10 മണിക്ക് ജിനൂസ് അക്കാഡമി ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഞാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജിനൂസ് അക്കാഡമിയുടെ ഫ്രീ ക്ലാസ് ലിങ്കിന് വേണ്ടി അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Gino's Academy. Fly with your dreams.